ഓണറേറിയം വർദ്ധിപ്പിച്ചിട്ടും അയയാതെ ആശാ ഹെൽത്ത് വർക്കേഴ്സ്. സർക്കാർ പ്രഖ്യാപിച്ച തുക വളരെ തുച്ഛമായി പോയി എന്നാണ് ആശാ വർക്കേഴ്സ് പറയുന്നത്. തുടർ സമരം ചർച്ച ചെയ്യാൻ ഇന്ന് അടിയന്തര സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ അവരുടെ സമരം ഇന്ന് 264 ദിവസം കടന്നിരിക്കുകയാണ്. MG പ്രതീഷ് തത്സമയം ചേരുന്നു. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അവരുടെ സമരം 264 ദിവസത്തിലേക്ക് കടന്നു എന്നൊക്കെ പറയുമ്പോഴേ ഈ ആശാ വർക്കേഴ്സ് സെക്രട്ടറിയുടെ മുന്നിൽ എങ്ങനെ കഴിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പറയൂ. തീർച്ചയായും ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശമാർ നടത്തുന്ന സമരം ഇന്ന് 264 ദിവസത്തിലേക്ക് കടക്കുകയാണ്. 264 ദിവസം പിന്നിടുമ്പോഴാണ് ഒരു ചെറിയ രീതിയിലെങ്കിലും സർക്കാരിൽ നിന്നൊരു അനുകൂല നിലപാട് ഇന്നലെ ഉണ്ടായിട്ടുള്ളത്. ഓണറേറിയം 1000 രൂപ വർദ്ധിപ്പിക്കും എന്നതാണ് മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ച കാര്യം. പക്ഷേ ആ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ ആശമാർ സംതൃപ്തരല്ല. കാരണം ഓണറേറിയം 21,000 രൂപയായി വർദ്ധിപ്പിക്കണം എന്നതാണ് ആശമാർ പ്രധാനമായും പറയുന്നത്. ഒപ്പം വിരമിക്കലാനുകൂല്യമായി 5 ലക്ഷം നൽകണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിലൊന്നും തന്നെ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചില്ല എന്നതാണ് ഇവർ അറിയിക്കുന്നത്. ഇന്ന് ഈ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. എന്തായിരിക്കും, സമരം തുടരാനാണോ തീരുമാനം? ഞങ്ങൾ സമരം തുടരും. കാരണം 21,000 രൂപ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഡിമാൻഡ് നേടിയെടുക്കാനായിട്ടുള്ള സമരം തുടരും. പക്ഷേ ആ സമരത്തിൻ്റെ രൂപം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന് വൈകുന്നേരം തോടുകൂടി ഞങ്ങളത് അറിയിക്കും. ഞങ്ങളുടെ യോഗം അടിയന്തരമായി ചേരും. ഇന്നലെ 14 ജില്ലകളുടെയും ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേർന്ന് ആശമാരുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായം ആരാഞ്ഞിരുന്നു. അതും കൂടെ പരിഗണിച്ചുകൊണ്ട് ഇന്ന് യോഗം ചേരും. 1000 രൂപ കൂട്ടിയ പ്രഖ്യാപനത്തെ എങ്ങനെ കാണും? 1000 രൂപ ഒരു വളരെ നേരിയൊരു വർധനവാണ്. പക്ഷേ ഗവൺമെൻറ്റിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്തതുകൊണ്ട്, ഇത്രയും ജനപിന്തുണ ആർജിച്ചൊരു സമരമായതുകൊണ്ട് ആണ് അവരെ വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായത്. കാരണം ഏപ്രിൽ 3-ാം തീയതി ഈ എളമരം കരീം എന്ന് പറഞ്ഞ CITയുടെ നേതാവ് പറഞ്ഞത് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടില്ലെന്നാണ്. ഞങ്ങൾ ആവശ്യപ്പെടില്ല എന്ന് പറഞ്ഞിടത്ത് ഇന്നിപ്പോൾ അത് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. അത് സമരത്തിൻ്റെ ഒരു വിജയം തന്നെയാണ്. ഈ വിജയത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ല. ഇത് സ്ത്രീകൾ, ആശമാർ പൊരുതി നേടിയൊരു വിജയമാണ്. തീർച്ചയായും. കാരണം ഈ ഓണറേറിയം 1000 രൂപയെങ്കിലും വർദ്ധിപ്പിച്ചത് ആശമാരുടെ ഒരു വിജയം തന്നെയാണ്. കാരണം പല ഘട്ടങ്ങളിലും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ഒരു സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് തന്നെയാണ് അവർ അത് നേടിയെടുത്തത്. കാരണം അത്രത്തോളം വലിയ ഒരു കഠിനമായ സമരമായിരുന്നു പല ഘട്ടങ്ങളിൽ ആശമാർ നടത്തിയിരുന്നത്. അതിൻ്റെ തുടർ സമരം ഇനിയും ഉണ്ടാകുമെന്നുള്ള ഒരു സൂചന തന്നെയാണ് ആശമാർ നടത്തുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്ന് ഇനി സ്വീകരിക്കേണ്ട തുടർ നടപടികൾ എന്തെന്ന് ചർച്ച ചെയ്യും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കൂടി ആശമാർ കടക്കുക. താങ്ക് യു MG പ്രതീഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.